ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ABC ന്യൂസിലെ രണ്ട് വർഗീയ കോമരങ്ങളെ കുറിച്ചാണ്. ഒന്ന് സുനിൽ എന്ന് പേരുള്ള ഒരു വർഗീയ കോമരവും വേറൊന്നൊരു കളവൻ. വയസ്സായവരെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഈ കളവന അങ്ങനെ തന്നെ വിളിക്കണം. ചാകാൻ വേണ്ടി കുഴിയിൽ കാലെടുത്ത് വെച്ച് നിൽക്കുമ്പോഴും വർഗീയത മാത്രം പറയുന്ന ഒരു പടു കളവൻ. ആ കളവനെ കുറിച്ചുമാണ് എന്താണ് ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ, ഈ നാറികൾ രണ്ടാളും നമ്മൾ കേരളക്കരയാകെ ഒരുമിച്ച് പ്രതിഷേധിച്ച ഒരു വാർത്തയുണ്ടല്ല, പോലീസുകാരുടെ മർദ്ദനമേറ്റ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസുകാരന്റെ വാർത്ത. നമ്മളെല്ലാരും ജാതി മത പാർട്ടി ഭേദമന്യേ ആ പോലീസുകാർക്കെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് വാദിച്ചതാണ്. അതിലെവിടെയും നമ്മൾ വർഗീയത കുത്തിക്കേറ്റിയിട്ടില്ല. ആരൊക്കെയാണോ ആക്രമിച്ച പോലീസുകാർ അവർക്ക് മൊത്തം പണിഷ്മെന്റ് കിട്ടണം, അവരെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നാണ് കേരളക്കാരെ ഒന്നാകെ പറഞ്ഞത്. ആ പോലീസുകാരായ പ്രതികളുടെ പേര് ഞാനിവിടെ പറഞ്ഞുതരാം. SI നൂമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ. ഈ 4 പേരാണ് ആ പ്രതികളായി ഉള്ളത്. പക്ഷെ ഈ ABC ന്യൂസിൽ ഈ രണ്ട് പരനാറികൾ ആ SI നൂമാനെ മാത്രം എടുത്തു പിടിച്ചിരിക്കുകയാണ്. നൂമാനല്ല വിഷയം ഇവർക്ക്, നൂമാന്റെ മതമാണ്. അയാളൊരു മുസ്ലിം ആയതാണ് ഇവരുടെ വിഷയം. ഇവരാ ബാക്കി 3 ഹിന്ദു നാമധാരികളെ പേരും കാണുന്നില്ല. നൂമാനെ മാത്രം കണ്ട് ഇന്നലെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ആ വീഡിയോ കണ്ടാൽ ഈ കടൽക്കളവനെയൊക്കെ പടുകളവെന്നല്ലാണ്ട് വേറെ എന്ത് ഞാൻ വിളിക്കും? അതുകൊണ്ട് വിളിച്ചു പോകുന്നതാണ്. നമുക്കെന്തായാലും ഈ ABC ന്യൂസിൽ ഇരുന്നിട്ട് ഈ പരനാറി വാണങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ആ സുനിൽ എന്ന് പറയുന്ന വർഗീയ കോമർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന പട് കളവൻ ഇങ്ങനെ തലയാട്ടുന്നത് കേൾക്കണം. അതായത് മറ്റവൻ പറയുന്ന വർഗീയത കിട്ടുമ്പോൾ ഇയാൾക്ക് ഊർജം വരെയെന്ന്. ഈ ചാകാനായി കുഴി കാലെടുത്ത് വെച്ചെടുക്കുന്നു, ആ കാല് പിൻവലിക്കുന്നു, അയാൾ ഇപ്പോഴൊന്നും ചാകൂല എന്നുള്ള അത്രയും ഊർജ്ജമായി കിട്ടുന്നു. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നമുക്കെന്തായാലും ഈ പടുവാണങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. മുസ്ലിമായ പോലീസ് SIക്ക് ഒരു ശാന്തിക്കാരനെ, അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ തോന്നിയ കലിപ്പ് കൂടിയുണ്ട് കുന്നംകുളത്തെ സുജിത്തിന് കിട്ടിയ മർദ്ദനത്തിന് പിന്നിൽ. ആ വീഡിയോ കാണണം. ഇതുവരെ ആരും നമ്മുടെ മനോരമ ഇന്ന് പ്രധാന വാർത്തയാക്കി. മനോരമ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന്. സുജിത്ത് തൊട്ടടുത്ത അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. ആ സുജിത്തിനെ പിടിച്ചുകൊണ്ട് പോയത് എന്താണ് സാറേ ഇവിടെ ബഹളം എന്ന് ചോദിച്ചതിന്റെ പേരിലാണ്. പിടിച്ചുകൊണ്ട് പോയി ജീപ്പിലിട്ട് തല്ലി, ലോക്കപ്പിലിട്ട് തല്ലി, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു. അതിന്റെ വീഡിയോ പോലീസ് തന്നെ പുറത്ത് വിട്ട വീഡിയോ വന്നു. അതിനകത്തൊരു രംഗമുണ്ട്. സുജിത്തിന്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാല അഴിച്ചു മാറ്റിക്കുന്നു. കയ്യിൽ രുദ്രാക്ഷം കൊണ്ട് കെട്ടിയ ഒരു എന്താണ് ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് അഴിച്ചു മാറ്റുന്നു. എന്നിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഹിന്ദുവിനോട് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനോടുള്ള പഹ, നൂഹ്മാൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ SIയുടെ വർഗീയത ഇതിന് കാരണമായിട്ടുണ്ട്. ശാന്തിക്കാരനെ കിട്ടിയാൽ ഇവൻ കാഫിർ മാത്രമല്ല, കാഫിറിന്റെ ദൈവത്തെ പൂജിക്കുന്ന പൂജാരി കൂടിയാണെങ്കിൽ ഇവനിട്ട് 4 എണ്ണം കൊടുക്കണമെന്ന് ഈ നൂഹ്മാൻ എന്ന് പറയുന്ന ക്രിമിനൽ വർഗീയവാദി, കാക്കിക്കുള്ളിലെ ജിഹാദി നടത്തിയ ആക്രമണമാണ് കുന്നംകുളത്തെ മർദ്ദനം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കാർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ കഴിയും? മനുഷ്യന്മാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ ഇവർക്കാവും, ഈ പരനാറികൾക്കാവും. ആ പോലീസുകാർ അയാളെ മർദ്ദിച്ചതല്ല, ആ സുജിത്ത് എന്ന് പറയുന്ന പാവത്തിനെ മർദ്ദിച്ചതല്ല ഈ പരനാറികൾക്ക് വിഷയം. അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും വളയും ഊരിവെച്ച്, അത് ഹിന്ദു ആയതുകൊണ്ടാണ് ഊരിവെച്ചത് എന്ന് പറഞ്ഞത്. അത് നൂമാനല്ല ഊരിവെപ്പിക്കുന്നത്, ആ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദു നാമധാരികളായ പോലീസുകാരാണെന്ന് കൃത്യമായി ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഈ പരനാറികൾക്ക് അതറിയാം. പക്ഷെ ഈ പരനാറികൾ അത് വ്യക്തമാക്കൂല. ഈ നാറികൾ എന്താണ് അടുത്തത് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? ഇത് പറയാൻ മനോരമയ്ക്ക് ധൈര്യമില്ല. BD സതീശന്റെ നട്ടല് പറയ്ക്കും. കോൺഗ്രസുകാർക്ക് ധൈര്യമില്ല. ഇതിനാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്താ ഊർജം! മറ്റവൻ വർഗീയത പറഞ്ഞപ്പോ ഈ പടുക്കളവന് അതിൽ നിന്ന് കിട്ടിയ ഊർജം കണ്ട, ആ ഊർജത്തിന്റെ മുകളിൽ ഇനി അങ്ങ് വർഗീയത തട്ടിവിടുന്നത് നമുക്ക് കേൾക്കാലേ. അയാളെ കണ്ടാലും അറിയാം അയാളൊരു സാത്വിക കുറിയും ഒക്കെ ഉള്ള ആള്. ഈ TVയിലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ പൊട്ടു തൊട്ടിങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് കാണാം. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യം അവർ പറയുന്നില്ല. എല്ലാവരും ഇയാൾ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് KS സുജിത്ത്, 27 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റാനുള്ള ശ്രമം പോലെയാണ് ഇയാൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ മദ്യപാനിയായ യൂത്ത് കോൺഗ്രസ്സുകാരൻ പോലീസുകാർക്ക് വരുത്താൻ പറ്റിയേനെ. എല്ലാ പടുകളവ ഒരു അമ്പലത്തിൽ ശാന്തിക്കാരനായി കഴിഞ്ഞാല്, അല്ലെങ്കിൽ അദ്ദേഹം പൊട്ട് തൊട്ടത് കൊണ്ട് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ്സുകാരനാകാൻ അധികാരമില്ലേ? അല്ലെങ്കിൽ കയ്യിൽ ഒരു ചരട് കെട്ടിക്കഴിഞ്ഞില്ല അയാൾക്ക് കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ കേരളത്തിൽ സംഘികളല്ലാത്ത വേറൊരു പാർട്ടിക്കാരനാവാനോ പറ്റില്ലേ? ഈ അമ്പലത്തിൽ പോകുന്നവരും പൊട്ടുതൊടുന്നവരും കയ്യിൽ ചരട് കെട്ടുന്നവരെല്ലാം സംഘികളാക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമമുണ്ടല്ല, ഈ നാറിയ ശ്രമം, അത് ഈ കേരളത്തിൽ നടക്കൂല. വേറൊരു കാര്യം കൂടി ഞാൻ പറയാ പടുകളവ, ഒരു ഭക്തന് ഒരു ഹിന്ദുവിന് ഒരിക്കലും ഒരു സംഘിയാകാൻ കഴിയില്ല. ഒരു സംഘിക്ക് ഒരിക്കലും ഒരു ഹിന്ദുവോ ഒരു ഭക്തനോ ആകാൻ കഴിയില്ല. കാരണം സംഘി കഴിക്കുന്നത് ചാണകമാണ് കളവ, പക്ഷെ ഹിന്ദു കഴിക്കുന്നത് നല്ല ഭക്ഷണമാണ്. അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
അതുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരനായി ഈ ശാന്തിക്കാരനെ പിടിച്ചിട്ട് മെല്ലെ സംഖ്യയാക്കിയിട്ട് അതിനിടക്കൂടിയുള്ള വർഗീയത കുത്തിക്കറ്റുണ്ടല്ല, അത് നടക്കൂല. അത് നീ ചത്ത് മണ്ണോട് മണ്ണായാലും നടക്കൂല പടുകളവ. സുജിത്ത് പൊതുപ്രവർത്തകനാണല്ലോ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ, മണ്ഡലം പ്രസിഡന്റ്. അതുകൊണ്ട് സുജിത്തിന് ഇതിങ്ങനെ ചെയ്യാൻ പറ്റി. പക്ഷെ വേറെ സുജിത്തിന് അങ്ങനെയൊന്നും പറയണ്ട. സുജിത്തിന്റെ പാർട്ടി സംരക്ഷിക്കത്തില്ല. സുജിത്ത് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനും ഒരു ചന്ദനക്കുരി തൊട്ടവനായതുകൊണ്ടുമാണെന്ന് പറയത്തില്ല. കോൺഗ്രസിലെ ആരും പറയത്തില്ല. കോൺഗ്രസ് സംരക്ഷിക്കില്ല. കാരണം VD സതീശൻ എന്ത് നിലപാടാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നത്? പിന്നെ കോൺഗ്രസ്സുകാരനല്ലാണ്ട് പിന്നെ ആരാണ് സഹായിച്ചത് അയാളെ? നിന്റെയൊക്കെ തന്തയാണെന്ന് ചോദിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല പരനാറികളെ. വർഗീസ് എന്നു പേരുള്ള ഒരു കോൺഗ്രസ് നേതാവ്, ഒരു ക്രൈസ്തവനാണ് ഈ സുജിത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. പിന്നെ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് അവിടെയുള്ള കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ ഒരുപാട് പാർട്ടി പ്രവർത്തകരാണ് പരനാറികളെ. ഇനി ഇവര് പറഞ്ഞു ഇവിടത്തേക്ക് എത്തുന്നത് കണ്ടില്ല, അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്നത്. ഇവരുടെ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഈ സുജിത്തിന് മർദ്ദനമേറ്റതിനുണ്ടുള്ള സങ്കടമൊന്നല്ല, ഇതൊക്കെ എങ്ങനെയെങ്കിലും ചുരുട്ടിക്കൂട്ടി സംഘികൾക്ക് വേണ്ടിട്ട് അയ്യപ്പ സംഗമത്തിൽ എത്തിക്കണം, അതിന്റെ പേര് പറഞ്ഞ് ഇവിടെ കലാപം ഉണ്ടാക്കണം, അതിനിടക്കൂട്ട് ഒരു 10 വോട്ട് കിട്ടണം. ഈ പരനാറികൾക്ക് അതാണ് വേണ്ടത്. ആ 10 വോട്ട് സംഘികൾക്ക് കിട്ടുമ്പോൾ ഈ പരനാറി ചാണകങ്ങൾക്ക് സംഘികൾ തിന്നാൻ വേണ്ടിട്ട് അവരുടെ വിസർജ്യം കൊടുക്കും. അത് നാണവും മാനവും ഇല്ലാണ്ട് കഴിച്ചിട്ട് ഇങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് കൊരക്കും ഈ നാറികൾ. ഇനി നമുക്ക് ഈ നാറികളുടെ കുത്തിക്കഴപ്പിന്റെ അവസാനത്തെ വീഡിയോ കണ്ടിട്ട് വരാം. അത് നടന്നോട്ടെ. അല്ല, സുജിത്തിന്റെ കഴുത്തിൽ നിന്ന് ആ രുദ്രാക്ഷമോ അല്ലെങ്കിൽ തുളസിമാലയോ ബലമായി അഴിക്കണമെന്ന് പറഞ്ഞ് അഴിപ്പിക്കുന്നുണ്ട്. കയ്യിലെ ഈ രുദ്രാക്ഷം കെട്ടിയിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് അഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇവർക്ക് കണ്ടൂടാ. അതുകൊണ്ടാണ് പൊട്ട് മായ്ക്കണം. അത് പറഞ്ഞില്ല. വീഡിയോ മുഴുവൻ കണ്ടാൽ പൊട്ട് മായിച്ചിട്ടുണ്ടോ? പൊട്ട് കുത്തിയതുകൊണ്ടാണ് അടിച്ചത്. ചന്ദനക്കുറി ഉള്ളതുകൊണ്ടാണ് അടിച്ചത്. ആളാരാണെന്ന് മനസ്സിലായിരുന്നു. എന്നാ ഇവനെ 4 പൂശിയേക്കാന്ന് വെച്ചു. വളരെ മോശമാണ്. ഇവന്മാരൊരു ഈ പെൻഷൻ പോലും വാങ്ങാതിരിക്കാൻ പറ്റുന്നതിലുള്ള കടുത്ത നടപടി ഉണ്ടാവണം. സത്യം, നടപടി ഉണ്ടാവണം. ദൈവമേ, നടപടി ഉണ്ടാവണം. ദൈവമേ, നിങ്ങൾക്കേ നടപടി എടുക്കാൻ പറ്റും. ഈ 2 പരനാറികൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇവരെ പെട്ടെന്നൊന്നും അങ്ങേക്ക് വിളിച്ചേക്കല്ലേ. ഇവർ ഈ ഭൂമിയിലിട്ട് ഈ 2 നാറികളെയും നരകിപ്പിക്കണം. നരകിപ്പിച്ച് പണ്ടാരം അടക്കിയ ശേഷമേ ഈ 2 നാറികളെയും ദയവ് ചെയ്ത് ദൈവമേ അങ്ങ് മുകളിലോട്ട് വിളിക്കാൻ പാടുള്ളൂ. കേരളത്തിൽ മനസാക്ഷിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഈ 4 പ്രതികളിൽ 3 പ്രതികൾ ഹിന്ദുവും 1 പ്രതി മുസ്ലിമാണെന്ന്. പക്ഷെ അവരാരും വർഗീയത പറഞ്ഞില്ല. കാരണം ഈ 4 പ്രതികളും കേരളത്തിലെ മനുഷ്യന്മാർക്ക് ക്രിമിനലുകൾ മാത്രമാണ്. പക്കാ ക്രിമിനലുകൾ. ഇവരുടെ മതം നോക്കിയിട്ടല്ല മലയാളികൾ ഇവരെ ക്രിമിനൽ എന്ന് വിളിച്ചത്. പക്ഷെ ഈ പരനാറികൾക്ക് ആ 4 ക്രിമിനലുകളിൽ 1 ക്രിമിനലിനെ മാത്രമേ കാണുന്നുള്ളൂ. ആ ക്രിമിനലിന്റെ മതം മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഈ നാറികൾ ഇങ്ങനെ വന്ന് പുലമ്പുന്നത്. അതുകൊണ്ട് മനുഷ്യത്വവും വിവരവും ബാക്കിയുള്ള മലയാളികൾ ആരെങ്കിലും അറിയാതെ പോലും ഇവരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു തവണ ചിന്തിക്കുക, ആലോചിക്കുക. കാരണം ഈ നാറികൾക്ക് വേണ്ടത് സുജിത്തിനെ പോലുള്ളവർക്ക് ന്യായമല്ല. ഈ നാറികൾക്ക് വേണ്ടത് അതിനിടയിലൂടെ വർഗീയതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയിട്ട് BJP കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ കേരളത്തിലെ നിയമത്തിന് ഈ പരനാറികൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ദൈവത്തിന്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഈ നാറികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം ഈ പരനാറികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന്. പെട്ടെന്ന് കൊണ്ടുപോകുന്ന നടപടിയല്ല, ഇവിടെ കിടന്ന് നരകിപ്പിക്കുന്ന ഒരു ശിക്ഷ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, സുജിത്ത് എന്ന് പറയുന്ന പാവത്തിനെ മർദ്ദിച്ച ക്രിമിനലുകളായ ആ 4 പോലീസുകാർക്ക് ശക്തമായ നടപടി ഉണ്ടാകണം. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക തന്നെ വേണം. പക്ഷെ ഈ നാറികൾ പറയും പോലെ അതിൽ മതമോ ജാതിയോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, മലയാളികൾ ആരും നോക്കിയിട്ടില്ല. ഈ സംഘികൾക്ക് മാത്രമേ അങ്ങനെ നോക്കാൻ പറ്റൂ. കാരണം ഈ സംഘികൾ കഴിക്കുന്നത് മനുഷ്യ വിസർജ്യമാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.